ഹായ് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിങ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു സമയത്ത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങൾ അനുഭവിക്കുകയാണെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ ജീവിതത്തിൽ പെർമനൻ്റ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടി ആണോ അതോ കുറച്ച് നാളത്തേക്ക് മാത്രം നിങ്ങളുടെ ജീവിതത്തിൽ വന്ന ഒരു തേർഡ് പാർട്ടി ആണോ എന്നുള്ളൊരു റീഡിംഗ് ആണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യണമെന്നില്ല. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. റീഡിംഗ് കാണുന്നതിന് മുമ്പ് നിങ്ങളുടെ സാഹചര്യങ്ങളെ നിങ്ങളെ മനസ്സിലോട്ട് കൊണ്ടുവന്നതിന് ശേഷം ഈ ഒരു റീഡിംഗ് കാണുക. അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് പോവാം. നമുക്ക് നോക്കാം ഈ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥിരമായിട്ട് വന്നതാണോ അതോ താൽക്കാലികമായിട്ടുള്ള ഒരു തേർഡ് പാർട്ടി ആണോ എന്നാണ് ഈ ഒരു സമയത്ത് യൂണിവേഴ്സിന് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഈ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥിരമായിട്ടുള്ളതാണോ താൽക്കാലികമായിട്ടുള്ളതാണോ? നമുക്കിവിടെ ആദ്യം തന്നെ 8 ഓഫ് പെന്റക്കിൾസ് കിട്ടിയിട്ടുണ്ട്. അതായത് ഇതൊരു ആവർത്തനം, അതായത് ഒരു വ്യക്തി ആവർത്തിച്ച് ഒരേ കാര്യങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കിട്ടുന്നത്. ഇവിടെ നിങ്ങളുടെ വ്യക്തിയെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ഒരുപക്ഷെ ഈ ഒരു വ്യക്തി മുൻപും ഇതുപോലുള്ള കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വരുത്തി വെച്ച ഒരു വ്യക്തിയായിരിക്കാം. അത്തരത്തിലുള്ള അവസ്ഥകളിലൂടെ നിങ്ങൾ മുൻപ് കടന്നു പോയതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്, മുൻപ് നിങ്ങൾ ഈ ഒരു വ്യക്തിയോട്, അതായത് ഒരുപാട് നിങ്ങൾ ഈ ഒരു വ്യക്തിയെ ഉപദേശിച്ചു മാറ്റുവാൻ ശ്രമിച്ച ഒരു എനർജി കാണിക്കുന്നുണ്ട്. അതായത് ഇത്തരത്തിലുള്ള ഒരു വഴിയെ പോകരുത്, ഇനി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആവർത്തിക്കരുത് എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇവർക്ക് പലതരത്തിൽ നിങ്ങൾ ഉപദേശങ്ങൾ നൽകിയ ഒരു എനർജി കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു വ്യക്തി അത് തന്നെ വീണ്ടും ആവർത്തിച്ച ഒരു എനർജിയാണ് കാണിക്കുന്നത്. അതായത് ആ ഒരു വ്യക്തി, നിങ്ങൾ എന്തുമാത്രം ആ ഒരു വ്യക്തിയെ ഉപദേശിച്ചു മാറ്റുവാനായിട്ട് ശ്രമിച്ചോ, പക്ഷെ അവർ ആ ഒരു സമയത്ത് അത് കേൾക്കും. അത് കഴിഞ്ഞ ശേഷം നമുക്കിവിടെ കിട്ടുന്നത് അത് തന്നെയാണ് വീണ്ടും അവർ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നത്. അതായത് വീണ്ടും അവർ ആ ഒരു തേർഡ് പാർട്ടിയോടൊത്ത് അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കി വെക്കുകയും നിങ്ങളെ മാനസികമായിട്ട് വളരെയധികം വേദനിപ്പിച്ച ഒരു എനർജിയുമാണ് ഈ ഒരു കാർഡിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ നമുക്ക് ആദ്യം തന്നെ കിട്ടിയിരിക്കുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ എനർജിയാണ്. അതായത് ഒരേ കാര്യങ്ങൾ വീണ്ടും ആ ഒരു വ്യക്തിക്ക് ആവർത്തിക്കുന്ന ഒരു സ്വഭാവമുള്ള ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം, നിങ്ങളുടെ ജീവിതത്തിലെ തേർഡ് പാർട്ടി സ്ഥിരമായിട്ടുള്ളതാണോ അതോ കുറച്ച് നാളത്തേക്ക് മാത്രം എന്തെങ്കിലും തരത്തിലുള്ള പാഠങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുവാൻ വന്നതാണോ എന്നുള്ളത്. നമുക്കിവിടെ 10 ഓഫ് സോർട്സിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് ഇത് നിങ്ങളുടെ എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. ആദ്യം നിങ്ങളുടെ വ്യക്തിയുടെ എനർജി വന്നു, ഇവിടെ നിങ്ങളുടെ എനർജി ആയിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഒരേ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ജീവിതത്തിൽ ഈ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് ഉണ്ടാകുന്നത് കൊണ്ട് നിങ്ങൾ ഇവിടെ മാനസികമായിട്ട് വളരെയധികം തളർന്നു കിടക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അതായത് വളരെയധികം വേദന ഈ ഒരു സമയത്ത്, അതായത് മാനസികമായ വേദന നിങ്ങൾ ഈ ഒരു സമയത്ത് അനുഭവിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് നോക്കാം, നിങ്ങളുടെ ജീവിതത്തിൽ വന്ന ഈ ഒരു തേർഡ് പാർട്ടി താൽക്കാലികമാണോ സ്ഥിരമാണോ? എന്താണ് യൂണിവേഴ്സിന് ഈ ഒരു സമയത്ത് പറയാനായിട്ടുള്ളത്? 8 ഓഫ് കപ്സിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് ചില വ്യക്തികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വേദന, ഈ ഒരു തേർഡ് പാർട്ടി കാരണം വളരെയധികം വേദന അനുഭവിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു വേദനയിലും ഞാനിനി ഇങ്ങനെ ഈ ഒരു വേദനയിൽ മുന്നോട്ട് പോയാൽ പോരാ, ഈ ഒരു വേദനയിൽ നിന്നും എനിക്ക് പുറത്ത് കടക്കണം, അതായത് എനിക്കൊരു വില തരാത്ത ഒരു വ്യക്തിയുടെ അരികിൽ ഞാനിനി നിൽക്കണ്ട എന്നൊരു ചിന്ത ഈ ഒരു റീഡിംഗ് കാണുന്ന ചില വ്യക്തികൾക്ക് വന്ന ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതായത് ചില വ്യക്തികളൊക്കെ ഇവിടെ ഒരു ഇമോഷണൽ മെച്യൂരിറ്റി കൈവരിച്ച ഒരു എനർജി കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിലൂടെ അവർ പതിയെ പതിയെ ഇതിൽ നിന്നും, ഈ ഒരു ബന്ധത്തിൽ നിന്ന് തന്നെ അകന്നു പോകുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ചില വ്യക്തികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ബന്ധത്തിൽ നിന്നും പുറത്തു വരാൻ പോലും സാധിക്കാതെ കുടുങ്ങിക്കിടക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം എന്തായിരിക്കും ഈ ഒരു തേർഡ് പാർട്ടിയുടെ ഉദ്ദേശം. ഈ ഒരു തേർഡ് പാർട്ടി എത്ര കാലം നിങ്ങളുടെ വ്യക്തിയോടൊത്ത് കാണും? ഇത് സ്ഥിരമായിട്ടുള്ള ഒരു ബന്ധമാണോ? നമുക്കിവിടെ എംബറർ ആണ് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിക്കും നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു തേർഡ് പാർട്ടിയെ ഭയമാണെന്ന് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ വ്യക്തി ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചാൽ പോലും ആ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയെ വിടാൻ തയ്യാറാക്കാതെ ഇവിടെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അതായത് അവർ നിങ്ങളുടെ വ്യക്തിയെ കൺട്രോൾ ചെയ്യുന്ന ഒരു എനർജി ഇവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് നോക്കാം, ഈ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ ജീവിതത്തിൽ പെർമനൻ്റ് ആണോ
ഏറ്റവും സോഴ്സിന്റെ എനർജി കിട്ടുന്നുണ്ട്. ഇത് നമുക്ക് പറഞ്ഞു തരുന്നത്, അതായത് ഈ ഒരു തേർഡ് പാർട്ടി ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്ഥിരമായിട്ടുള്ള ഒരു തേർഡ് പാർട്ടി ആയിട്ട് കാണുന്നില്ല. പക്ഷേ സ്ഥിരമായിട്ട് അല്ലെങ്കിൽ പോലും അതിനേക്കാൾ ഏറെ വേദന, അതായത് ഒരു ജീവിതകാലം മുഴുവൻ അനുഭവിക്കുന്ന വേദന നിങ്ങൾ ഇവിടെ അനുഭവിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ വ്യക്തി ഇതിൽ നിന്നും പൂർണ്ണമായിട്ടും പുറത്തോട്ട് വരുന്ന ഒരു എനർജി കാണുന്നുണ്ട്. കാരണം ഇപ്പോൾ ആളിനൊരു ഭയമാണെന്ന് കാണിക്കുന്നുണ്ട്. അതായത് ഈ ആളത്ര പുറത്തോട്ട് കടക്കുവാൻ ശ്രമിച്ചാലും വീണ്ടും ഒരു തേർഡ് പാർട്ടി ഈ ഒരു വ്യക്തിയെ വരിഞ്ഞു മുറുകി വെച്ചിരിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ ആ ഒരു വ്യക്തി വിചാരിച്ചാൽ തന്നെ ഇതിൽ നിന്ന് പുറത്തു വരാവുന്നതേ ഉള്ളൂ. പക്ഷെ ആ ഒരു വ്യക്തിക്ക് നല്ല രീതിയിൽ ഭയമാണെന്നാണ് കാണിക്കുന്നത്. കാരണം ഈ ഒരു തേർഡ് പാർട്ടി എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞ് ആളിനെ ഇവിടെ ഭയപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു എനർജിയും നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. നമുക്ക് നോക്കാം ഈ ഒരു തേർഡ് പാർട്ടി എത്ര നാളത്തേക്ക് നിങ്ങളുടെ വ്യക്തിയോടൊത്ത് കാണും. കിങ് ഓഫ് സോർട്സിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് ഈ ഒരു വ്യക്തി ഈ ഒരു തേർഡ് പാർട്ടിക്ക് അരികിൽ നിങ്ങളുടെ വ്യക്തി ഒരു ബൗണ്ടറി വെക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അതായത് അവർ പക്ഷേ നമുക്ക് വളരെ പെട്ടെന്നായിട്ട് കാണിക്കുന്നില്ല, കാരണം കുറച്ച് ടൈം എടുക്കുമെന്ന് കാണിക്കുന്നുണ്ട്. കാരണം ഇപ്പോഴും നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഭയമാണെന്ന് കാണിക്കുന്നുണ്ട്. സ്വന്തമായി തീരുമാനമെടുക്കാൻ കഴിയാത്തൊരു വ്യക്തിയാണെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിക്ക് ബുദ്ധിപരമായിട്ട് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നില്ല എന്ന് നമുക്കിവിടെ ഈ ഒരു കാരണങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. പക്ഷെ മുന്നോട്ട് പോകുമ്പോൾ, അതായത് കുറച്ച് ടൈം എടുക്കുമെന്ന് കാണിക്കുന്നുണ്ട്. പക്ഷെ മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു വ്യക്തി ബുദ്ധിപരമായ രീതിയിൽ ചിന്തിച്ച് ഈ ഒരു തേർഡ് പാർട്ടിയോട് ആദ്യം തന്നെ ഒരു ബൗണ്ടറി വെക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്തോ ചില വാക്കുകൾ നിങ്ങളുടെ വ്യക്തി എന്തോ ചില വാക്കുകൾ, അതായത് തേർഡ് പാർട്ടിയെ ദേഷ്യപ്പെടുത്തുന്ന രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ എന്തൊക്കെയോ തരത്തിലുള്ള വാക്കുകൾ നിങ്ങളുടെ വ്യക്തിയുടെ വായിൽ നിന്നും ആ ഒരു തേർഡ് പാർട്ടിക്ക് കേൾക്കേണ്ടി വരുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം ഈ ഒരു തേർഡ് പാർട്ടി സ്ഥിരമായിട്ടുള്ളതാണോ അതോ താൽക്കാലികമാണോ, എന്താണ് യൂണിവേഴ്സിന് നിങ്ങളോട് ഈ ഒരു സമയത്ത് പറയാനായിട്ടുള്ളത്. 5 of Wands ആണ്. തർക്കം കാണിക്കുന്നുണ്ട്. അതായത് ഈ ഒരു തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ മുന്നോട്ട് പോകുമ്പോൾ തർക്കങ്ങളാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. വാക്കുകൾ കൊണ്ടുള്ള തർക്കങ്ങൾ കാണിക്കുന്നുണ്ട്. എന്താണ് ഈ ഒരു ബന്ധത്തിന്റെ ഫ്യൂച്ചർ, ഈ ഒരു തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിന്റെ ഫ്യൂച്ചർ എന്തായിരിക്കും. ഫ്യൂച്ചർ നമുക്ക് കിട്ടുന്നത് 10 of Wands ആണ്. ഇത് തന്നെ നമുക്ക് പറഞ്ഞു തരുന്നത് ഇത് താൽക്കാലികമായിട്ടുള്ള ബന്ധം മാത്രമാണ്. അതായത് ജീവിതാവസാനം വരെ നിങ്ങളുടെ വ്യക്തിയോടൊത്ത് ഈ ഒരു തേർഡ് പാർട്ടി കാണില്ല. കുറച്ചുകൂടി കഴിയുമ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് ഇത് വലിയ തരത്തിലുള്ള ഒരു ഭാരമായി മാറും. അതായത് ആള് തന്നെ ആളുടെ തലയിൽ എടുത്തു വെച്ചൊരു ബന്ധമായിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഈ ഒരു ബന്ധം വലിയ രീതിയിലൊരു ഭാരമായിട്ട് മാറും. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി തന്നെ ഇതിൽ നിന്ന് പൂർണ്ണമായിട്ട് പിന്മാറണം, എനിക്കിനി ഇതുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല, ഇത് എൻ്റെ ജീവിതത്തിൽ വേണ്ട എന്നുള്ളൊരു ചിന്തയിൽ എത്തുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം എന്തായിരിക്കും ഈ ഒരു തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ഫ്യൂച്ചർ എന്തായിത്തീരുമെന്ന് നമുക്ക് നോക്കാം. നൈറ്റ് ഓഫ് സോർട്സിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് നിങ്ങളുടെ വ്യക്തി കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ ഒരു ആക്ഷൻ എടുക്കുമെന്നാണ് കാണിക്കുന്നത്. അതായത് ഈ ഒരു ബന്ധത്തിൽ നിന്നും പൂർണ്ണമായും പുറത്തു വരണം എന്നുള്ള രീതിയിൽ ആൾ ആക്ഷൻ എടുക്കുന്നതായിട്ടും ആളിന്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ പേഴ്സൺ ആ ഒരു തേർഡ് പാർട്ടിയോട് നിങ്ങളുടെ പേഴ്സന്റെ അഭിപ്രായം വെട്ടി തുറന്ന് പറയുകയും ചെയ്യുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഇത്രയും കാലമാണ് മനസ്സിൽ അടക്കി പിടിച്ചിരുന്ന കാര്യം ആള് അതായത് ഭയം കൂടാതെ വെട്ടി തുറന്ന് പറയുന്ന ഒരു എനർജിയിലോട്ട് മാറുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. വേൾഡ് ആണ് കിട്ടിയേക്കുന്നത്. അതായത് ഇത് എൻഡായി പോകുമെന്നാണ് കാണിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു ബന്ധം നിങ്ങളുടെ ജീവിതത്തിലോട്ട് കടന്നു വന്നത് തന്നെ ചില പാഠങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുവാനായിട്ടൊന്നും ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് വേൾഡ് കാർഡ് കിട്ടിയിട്ടുണ്ട്. പൂർണ്ണമായിട്ടും അത് ക്ലോസ് ആയി പോകും. ഈ ഒരു തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ബന്ധം മുന്നോട്ട് പോകുമ്പോൾ പൂർണ്ണമായും ക്ലോസ് ആയി പോകും. അത് യൂണിവേഴ്സ് തന്നെ അംഗീകരിക്കാത്ത ഒരു ബന്ധമായിട്ട് ഇവിടെ ശക്തമായിട്ട് ഒരു വേൾഡ് കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ വേദനകൾ, ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന വേദനകളെല്ലാം മാറുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പലരും ഈ ഒരു സമയത്ത് ആ ഒരു വ്യക്തി, അതായത് നിങ്ങളുടെ വ്യക്തിയെ തന്നെ ചിന്തിച്ച് വളരെയധികം വേദനിക്കുന്ന തേർഡ് പാർട്ടിയോടത്ത് പോയ കാര്യങ്ങളെക്കുറിച്ച് ആവർത്തിച്ച് ആലോചിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അറിയേണ്ട കാര്യം അത് സ്റ്റോപ്പ് ചെയ്യുക. അതായത് ഒരുപാട് എനർജി അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ ഈ ഒരു സമയത്ത് കൊടുക്കാതിരിക്കുക. അവർ ഈ ഒരു സമയത്ത് അവരുടെ ഇഷ്ടം പോലെ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. നിങ്ങൾ തൽക്കാലം ആ ഒരു ഭാഗത്തേക്ക് നിങ്ങളുടെ മനസ്സ് കൊണ്ടുപോകേണ്ട.
നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങളുടേതായ കാര്യങ്ങളിൽ ഏർപ്പെടുക. നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്ന, അതുപോലെ തന്നെ നിങ്ങൾക്ക് സന്തോഷം തരുന്ന നല്ല വ്യക്തികളുമായിട്ട് സംസാരിക്കുക, സുഹൃത്തുക്കളോട് സംസാരിക്കുക. ആ ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ മനസ്സിനെ ഈ ഒരു സമയത്ത് കാമാക്കി വെക്കുക, നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഒരു റെസ്റ്റിന്റെ ആവശ്യമുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ചിന്തിച്ച് മുന്നോട്ട് പോകുക. അപ്പോൾ അതൊക്കെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന റീഡിങ്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു.